RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBIയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട 12 ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഇന്ത്യയിൽ പണവ്യാപാരത്തിൻ്റെ കേന്ദ്രവും ദേശീയ കരുതൽ ധനത്തിൻ്റെ സൂക്ഷിപ്പ് സ്ഥലവുമാണ് റിസർവ് ബാങ്ക്. ഇന്ത്യയിൽ പണവ്യാപാരത്തിൻ്റെ കേന്ദ്രവും ദേശീയ കരുതൽ ധനത്തിൻ്റെ സൂക്ഷിപ്പ് സ്ഥലവുമാണ് റിസർവ് ബാങ്ക്. അടുത്തത്, ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക്. ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക്. 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് സ്ഥാപിതമായി. ഡേറ്റ് ഓർക്കുക, 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് സ്ഥാപിതമായി. 1949 ജനുവരി 1 റിസർവ് ബാങ്കിനെ ദേശസാൽക്കരിച്ചു. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശകളാണ് റിസർവ് ബാങ്ക് രൂപവത്കരണത്തിന് കാരണമായത്. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശകളാണ് റിസർവ് ബാങ്ക് രൂപവത്കരണത്തിന് കാരണമായത്. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയിലാണ്. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയിലാണ്. കേരളത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും ശാഖകളുണ്ട്. ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്ന റിസർവ് ബാങ്കിൻ്റെ സ്ഥാപിത മൂലധനം 5 കോടി രൂപയായിരുന്നു. റിസർവ് ബാങ്ക് ഗവർണറും 19 അംഗ ഡയറക്ടർ ബോർഡുമാണ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. കറൻസി നോട്ടുകൾ പുറത്തിറക്കുന്നത് റിസർവ് ബാങ്കാണ്. കറൻസി നോട്ടുകളിലെ ഒപ്പ് റിസർവ് ബാങ്ക് ഗവർണറുടേതാണ്. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നതും കറൻസിയുടെ വിനിമയ മൂല്യം സൂക്ഷിക്കുന്നതും റിസർവ് ബാങ്കാണ്. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നതും കറൻസിയുടെ വിനിമയ മൂല്യം സൂക്ഷിക്കുന്നതും റിസർവ് ബാങ്കാണ്. സർ ഓസ്ബോൺ സ്മിത്തായിരുന്നു റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണർ. സർ ഓസ്ബോൺ സ്മിത്തായിരുന്നു റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണർ. സർ CD ദേശ്മുഖാണ് ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ. സർ CD ദേശ്മുഖാണ് ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ. ഇത്രയും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് RBIയെക്കുറിച്ച് ഇവിടെ പറയാനുള്ളത്. എല്ലാം തീർച്ചയായും പഠിച്ചു വയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.